Hello guys, welcome back to our channel. അപ്പോൾ ഞങ്ങളെ ഇന്നലെ നിന്ന റൂം അതിന്റെ പുറത്തെ വ്യൂ ഞാൻ കാണിച്ചത്. ഇന്നലെ കാണിച്ചില്ല, ജസ്റ്റ് എരപ്പ് പോലെ കേൾക്കുന്നത് ഫുള്ള് നമുക്കിവിടെ മഞ്ഞുമലൊക്കെ കാണാം കേട്ടോ. ഇത് കണ്ട് ഇവിടുന്ന് ചെറിയൊരു അരുവി പോലെ ഉണ്ട്. ഇതാണ് ആ എരപ്പ് കേട്ട വലിയ വെള്ളച്ചാട്ടം പോലെ വരുന്നത്. ഇതാ ബീസ് റിവർ തന്നെ കേട്ടോ. പിന്നെ അവിടെ നമുക്ക് മഞ്ഞുമല കാണാൻ പറ്റും, അവിടെയും കാണാൻ പറ്റും. ഇവിടെ പക്ഷെ ഇപ്പം മറഞ്ഞു, കാണാൻ പറ്റും. ഇത് പ്രോപ്പർ മണാലി ആയിട്ടില്ല കേട്ടോ. മണാലി ടൗൺ ആവാൻ ഇനി എന്തോ കുറച്ച് 5-6 കിലോമീറ്ററോടുണ്ട്. ഇവിടെ ആകുമ്പം മണാലി ഞങ്ങൾ രാത്രി ഹോട്ടൽ സത്യം പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഞങ്ങൾ വന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി. കാരണം ഹോട്ടലിൽ വെച്ചാൽ അവർ പറഞ്ഞത് അങ്ങോട്ടൊരു 250 മീറ്റർ ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ രാത്രിയോ ആ ചെറിയ വഴി ഓടിക്കണ്ടേന്ന് പറഞ്ഞ് നമ്മൾ റോഡ് സൈഡിൽ. അതാ രണ്ട് കാര്യമായിരുന്നു. ഒന്നാമത്തെ കാര്യം പാർക്കിങ്, പിന്നെ ഈ 7 കിലോമീറ്റർ പോകാൻ ഇന്നലെ രാത്രി 1/2 മണിക്കൂർ ഓടണമായിരുന്നു. അപ്പം നമ്മൾ ഈ രാത്രി വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോഴേ പാർക്കിങ്ങും ഇല്ല, അകത്തോട്ടും കയറണമെങ്കിൽ അത് ബുദ്ധിമുട്ടായതാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങ് എടുത്ത്. ഇപ്പോഴാണ് വെയിലടിച്ചു തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് സൂര്യൻ വേണ്ട ആ മലയുടെ പൊക്കത്ത് വന്നു തുടങ്ങി. അന്നേരമാണ് ഇവിടോട്ട് വെയിലടിച്ചു തുടങ്ങി. അതിന് മുന്നേ വെയിലില്ലായിരുന്നു. ഇവിടെ താഴത്തെ ഓറഞ്ച് മരമൊക്കെ ഉണ്ട് കേട്ടോ. ആ ശരിയാ. ഞാൻ ഇനി ഇതിന് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം. ഹോട്ടൽ എവന്യൂ മണാലി എന്ന് അതിൻ്റെ പേര് കേട്ടോ. റൂമെല്ലാം അലങ്കോലമായി കിടക്കുക. ഇതേ കണ്ട, ഇവിടെ നമുക്കൊരു മഞ്ഞുമല കാണാം കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, ചെറുതായിട്ടേ കാണത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കാണാം. ഇത് ടൗൺ ആയിട്ടില്ല, കുറച്ചുകൂടെ പോകുമ്പോഴേ ടൗൺ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് ഇവിടോട്ട് പോകാമെന്ന് കണ്ട, അടൽ ടണലിലോട്ട് പോകാമെന്ന് കണ്ട. അവിടുന്ന് റൊത്താങ് പാസിലോട്ട് പോകാൻ നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് അവിടെ ചോദിക്കണം. പറ്റുമെങ്കിൽ നോക്കാം. എന്തായാലും ഇപ്പം അടൽ ടണൽ വരെ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ 4 ടെമ്പറേച്ചർ കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാത്രി കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹീറ്റർ ഇവർക്ക് 500 രൂപയാണ് എക്സ്ട്രാ ഹീറ്ററിന്. പക്ഷേ നമ്മൾ എടുത്തില്ലായിരുന്നു. കാരണം നമ്മൾ വന്നപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ സോക്സും ഇതൊക്കെ ഇട്ട് പുതപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു തണുപ്പിന്റെ ഒരു ഇതങ്ങ് മാറി. പിന്നെ നമ്മൾ സുഖമായിട്ട് കിടന്നിറങ്ങി 8 മണിയായി നമ്മൾ എഴുന്നേറ്റപ്പോ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ തണുപ്പുണ്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ. പല്ലൊക്കെ തേച്ച് കഴിയുമ്പോഴും വെള്ളമൊക്കെ കൈ തട്ടുമ്പോഴേക്കും സോക്സ് ഒക്കെ ഊരി, അപ്പോഴേക്കും കാലിലൊരു തണുപ്പുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. റെഡിയായി പോകുവാണല്ലോ. ഇനിയിപ്പോ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് ഈ റൂം തന്നെ ചിലപ്പോൾ എടുക്കും. ഇത് തന്നെ ഇവിടോട്ട് തന്നെ വരാന്നുള്ള ഭയമാണ്. ഇവിടുത്തെ പട്ടികളെയൊക്കെ കണ്ടോ? ഭയങ്കര തടിയ പട്ടികളാണ്. ഭയങ്കര രസമാണ് കാണാനും. നമുക്കപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാക്കിൽ, അതായത് നമ്മുടെ നിൽക്കണ ഹോട്ടലിൻ്റെ പുറത്ത് ബാക്ക് വശം കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് അവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു പാർക്ക് പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, മഞ്ഞ് കാണാം നമുക്കിങ്ങനെ. സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള. ഈ പട്ടീനെ നോക്കിക്കേ, ഇവിടെ ഒരു ക്യൂട്ട് പട്ടിയുണ്ട്. ഫുള്ള് രോമങ്ങളൊക്കെ ആയിട്ട് കെട്ടിയിട്ടിരിക്കുക കേട്ടോ. അവിടെ ഇല്ലേ പട്ടി തൊടലിൽ കിടക്കുക. പക്ഷെ അവനിങ്ങനെ ചാടി വരുന്നേ. അപ്പം അതുകൊണ്ട് വലിയ പട്ടിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലിറങ്ങാൻ കുറച്ച് അവൻ്റെ അടുത്തൂടെ ഇറങ്ങി അവൻ ചാടി വന്നാലോ നോട്ടപ്പോൾ അവർ പറഞ്ഞ് ഇപ്പുറത്തെ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞേ.
നമുക്ക് ഇപ്പുറത്തെ വഴി കൂടെ പോവാം. ഇവിടുത്തെ പട്ടിയാട്ടോ അത്, ഫുള്ള് രോമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ പട്ടീനെ. കണ്ട് ഇവിടെ ഇങ്ങനെ കോഫിയൊക്കെ ഇരുന്ന് കുടിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, ഇങ്ങനെ പോവാൻ വേണ്ടി. നമുക്ക് നമുക്കത് ഇവിടം വഴി ഇറങ്ങി കണ്ടിട്ട് വരാം. കണ്ട് ഇതിലേ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കാണാം നമുക്ക്. സൂപ്പർ സ്ഥലം. വലിയ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. കണ്ട് ഇവിടെ ഒരാൾ അതിൻ്റെ അന്നത്ത് നിൽപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്ലോപ്പ് ഇറങ്ങി അവിടെ പോയി നിന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ട് ഇവിടെ ഓറഞ്ചിൻ്റെ ചെടിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓറഞ്ചും ആപ്പിളിൻ്റെ മരവും ഉണ്ട് ഇവിടെ. കണ്ടിങ്ങനെ നിന്ന് കാണാം നമുക്ക്. ശരിക്കും ഇത് പിടിച്ചിരിക്കുന്ന, ഈ ഗോപ്രോ പിടിച്ചിരിക്കുന്ന എൻ്റെ കൈയാണെങ്കിലും മരവിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര മരവിച്ച്, എൻ്റെ ഫേസൊക്കെ മരവിച്ചിരിക്കുക. നമുക്കപ്പം ഗ്ലൗസ് നമുക്ക് പോകുന്ന വഴി മേടിക്കണം. അതാ കൈ ഭയങ്കരമായിട്ട് തണുത്ത കേട്ടോ. കൈ നല്ലോണം മരവിച്ച്. കൈ കണ്ട മടക്കാൻ തന്നെ പറ്റുന്നില്ല കൈ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഗ്ലൗസും നോക്കാം. ഇവിടുന്ന് കണ്ട് ഞങ്ങളിനി അങ്ങോട്ട് പോവുക. കാരണം അവിടെ ഒരു വലിയ പട്ടിയുണ്ട്. അത് അതിനെ തൊടൽ കെട്ടിയേക്കുന്നത്, അതിൻ്റെ ഒരു കയറല്ല കെട്ടിയേക്കുന്നത്. അത് വലിയൊരു പട്ടിയാണ്. അത് ആ കയറങ്ങാണെ പൊട്ടിച്ച് വന്നാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോഴേ നമുക്കിവിടെ തന്നെ അടുത്ത് ഇന്നലെ രാത്രി പോയ കടയില്ല, അവിടെ പോഹയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കാമെന്ന് കണ്ട. ഇതാ കേട്ടോ ഫാമിലി ഫുഡ് പോയിന്റ്. നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അവിടെ ഒന്നും റെഡി ആയിട്ടില്ല. അപ്പം നമ്മളോർത്ത് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് ഓർത്ത്. കഴിക്കുകയും വേണം, ഒരു നല്ല ചായ കുടിക്കുകയും വേണം. നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. എന്നിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാം. നമ്മളപ്പം റൂമിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അഡൽ ടണലിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ചായയൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നോക്കണം. മണാലി ടൗണിൽ എത്തുമ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. മോൾ റോഡിൽ ചെന്നാൽ മതി എന്നവർ പറഞ്ഞു. അവിടെയൊക്കെ ഒത്തിരി ഉണ്ട്. ഫ്രണ്ടിൽ ഫുള്ള് മഞ്ഞുമലകളാണ്. നമ്മൾ വണ്ടിക്കകത്ത് ഹീറ്റിലിട്ടേക്കും കേട്ടോ. തണുപ്പാ. മറ്റേ നമ്മൾ ഇതുവരെ വണ്ടി ഇതുപോലെ ഹീറ്റിലിട്ട് ഓടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. എന്റെ ഗോപ്രോയൊക്കെ പിടിക്കണ ഈ കൈ ഉണ്ടല്ലേ, അതിനൊന്നും ഇതില്ല. അതൊക്കെ പിടിച്ചാലൊന്നും കൈ ഉണ്ടെന്നൊന്നും തോന്നാത്തൊരവസ്ഥ. നമുക്ക് ഇവിടുന്ന് ഒരു ഗ്ലൗസ് മേടിക്കാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ആ ഗ്ലൗസും കൂടെ ഇടുകയാണെങ്കിൽ അത്യാവശ്യം കാലും കൈയും കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമാകും. കാരണം കാല് നമ്മൾ സോക്സ് ഇട്ടപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ പുതപ്പിന്റെ അടിയിലും കൂടെ കയറിയപ്പോൾ സുഖമായിരുന്നു ഉറങ്ങാൻ. നമ്മളപ്പോൾ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലത്തെത്തി കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആ ഓട്ടോ ടാക്സി അതൊക്കെ കിടപ്പുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ കണ്ട ഇവിടെ ഒരു ബ്ലോക്ക് പോലെയൊക്കെ ഉണ്ട്. അതാ ബസ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കഴിക്കണം, പിന്നെ ഇത് മേടിക്കണം, ഗ്ലൗസ് മേടിക്കണം. അതൊക്കെയാണ് ഇപ്പം മെയിൻ. ഇനിയിപ്പോൾ
നമുക്ക് ഇതിന്റെ അന്ന് വണ്ടിന്ന് പുറത്തിറങ്ങുമ്പോ നമുക്ക് വീണ്ടും തണുക്കും. ഇപ്പൊ നമ്മൾ ഇതായിട്ടിരിക്കുന്ന ആക്കിയത് കൊണ്ടാ. അപ്പൊ ഗ്ലൗസ് ഇല്ലാതെ വീണ്ടും പുറത്തിറങ്ങാൻ പാടായിരിക്കും. അപ്പൊ ഗ്ലൗസ് കടയും ഫുഡ് കടയും അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫുള്ള് ഇറക്കം കയറ്റം വഴികളാണ്. കണ്ട ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവന്റെ അമ്പലം. ശിവൻ എല്ലായിടത്തും ഉണ്ടല്ലേ? നമ്മൾ വന്നപ്പോ എത്ര സ്റ്റാച്ചുകൾ കണ്ട്. ശിവൻ ഇന്ത്യയിലെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് സ്റ്റേറ്റിലും ഉണ്ട് ശിവൻ. നമ്മൾ വന്നപ്പോ എല്ലായിടത്തും കണ്ട് കൊറേ സ്റ്റാച്ചുകള് അങ്ങനെയല്ല. പിന്നെ ഇവിടെ അങ്ങോട്ട് മറ്റേ ഇനി ആ സൈഡിലോട്ടൊക്കെ ശിവന് എന്താ അമ്പലങ്ങളും ഒക്കെ ഉണ്ടല്ലോ. വാരണാസി എല്ലാം. അടൽ ടണലും റൊത്താങ് പാസിലേക്കുള്ള വഴിയാണ്. ട്രാഫിക് ഉണ്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ. ചിലപ്പോൾ അത്രയും ദൂരം വഴി മോശമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ട്രാഫിക് കാണിക്കുന്നൊന്നുമില്ല. കണ്ടോ ഇവിടെ സൈഡിൽ റിവർ ആണ്. ഫ്രണ്ടില് നമുക്ക് മഞ്ഞുമലകളൊക്കെ നല്ലോണം തെളിഞ്ഞു തുടങ്ങി. ഇച്ചിരി കൂടുതൽ, ഒത്തിരി മഞ്ഞില്ല കേട്ടോ, കുറച്ച് മഞ്ഞേ ഉള്ളൂ. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബർ പകുതി ജാനൊക്കെ ആകുമ്പോഴത്തേനാ ശരിക്കും മഞ്ഞായി തുടങ്ങുന്നത്. അതിൽ ജാനുവരി ആകുമ്പോഴത്തേനും നമ്മുടെ നിന്ന ഹോട്ടലില്ലേ അവിടം വരെ സ്നോ ആകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തോ പണിക്കാരുണ്ട് കേട്ടോ, എന്തോ പണിയൊക്കെ ചെയ്യും. അവര് മണ്ണൊക്കെ എടുത്ത് അംബിക ഫാസ്റ്റ് ഫുഡ്. പക്ഷെ അന്നേരം അവിടെ കയറിയാൽ നിനക്ക് എന്ത് മേടിക്കും? കയറി നോക്കാന്ന് എന്തായാലും. പക്ഷെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഒതുക്കാം. നമുക്കന്ന് ഇത് തുറന്നിട്ടുണ്ട്. പക്ഷെ ഫ്രൈഡ് റൈസ് രാവിലെ നോക്കാം. ഓംലെറ്റ് ഉണ്ട്. പക്ഷെ തുറന്നിട്ടുണ്ടോ? ഇവിടെ തുറന്നിട്ടുണ്ടോ? നമുക്കതൊന്നൊരു കാര്യം ചെയ്യാം, അവിടെ പോയിട്ട് ചായ കുടിച്ച് എന്തേലും കഴിക്കാൻ കിട്ടുമോ നോക്കാം ആദ്യം. ഇപ്പോഴേ നമ്മളിവിടെ കഴിക്കാൻ കയറി. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ ഫ്രൈഡ് റൈസ് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു. കാരണം ഇവർക്ക് ഗോതമ്പും ഒന്നും കഴിക്കാൻ പറ്റാത്തതാണ് ഫ്രൈഡ് റൈസ് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു സിദ്ധു പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചപ്പോൾ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. തണുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം. ഇവിടെ ട്രാഫിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളപ്പോൾ ഇതാണ് കേട്ടോ സിദ്ധു. ഇതാ സിദ്ധുവിൻ്റെ ചമ്മന്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നോക്കിയേ, ഇതാട്ടോ സിദ്ധു. ഇത് ചമ്മന്തിയാ സിദ്ധുവിൻ്റെ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞത്. ഇത് ഒത്തിരി ഉണ്ട്, നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണേ പറഞ്ഞു. നമ്മളെ അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നേ. സിദ്ധു സൂപ്പറാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഇവിടെ വരുവാണെങ്കിൽ. സിദ്ധു നല്ല ടേസ്റ്റാണ്. അത് ചൂടോട് തന്നെ കഴിക്കുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ല. നല്ല ചൂടോടെ കടയിലിരുന്ന് തന്നെ കഴിക്കണം. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച്, സിദ്ധുവും കഴിച്ച്, ഫ്രൈഡ് റൈസ് എല്ലാം കൂടെ 360 ചായ. നല്ല ടേസ്റ്റായിരുന്നു ഫുഡിന്. അപ്പോൾ നമ്മൾ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് പോവുക കാറിൻ്റെ അടുത്തോട്ട്. ഇത് കണ്ടോ സൈഡിലൊക്കെ റിവർ കാണാം. നമ്മളപ്പോൾ ഫുഡ് കഴിച്ച് വണ്ടി കയറി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടൽ ടണലിലേക്ക് പോകുക. ഇവിടെ ഫുള്ളിങ്ങനെ ഈ വഴി ഇച്ചിരി പ്രശ്നമാണ്. ഇങ്ങനെ കല്ലിങ്ങനെ കുടുങ്ങിയാ പോകാൻ പറ്റത്തുള്ളൂ. പാട്ട് വെച്ചിട്ട്
നമ്മളപ്പോൾ ഫുഡ് കഴിച്ച് വണ്ടി കയറി കേട്ടോ. ഇനിയിപ്പം നമ്മൾ അഡൽട്ട് ടണലിലേക്ക് പോകുക. അപ്പം ഈ സൈഡിൽ കാണുന്നത് റിവർ, നമ്മളിങ്ങനെ പോകുന്ന വഴിയൊക്കെ റിവർ സൈഡിലുണ്ട്, ഏതെങ്കിലും ഒരു സൈഡിൽ റിവറുണ്ട്. അപ്പം ഇതിപ്പം ഒരു റിവർ തന്നെ ഇവിടെ ഫുള്ള് ഒഴുകുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം യു ടു മണാലി NH3. അടൽ ടണലിലേക്ക് 20 കിലോമീറ്റർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഓൾട്ടോ കേട്ടോ, ടാക്സി എല്ലാം. എനിക്കറിയത്തില്ല ഇവര് ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നതിന്റെ തൊട്ട് അതിൻ്റെ അകത്തോട്ട് ഓൾട്ടോ ഓടിച്ചു പോകുന്നത് അടിച്ചു വിട്ടാ പോകുന്നത്. നമ്മൾ പിന്നെ വണ്ടിയൊക്കെ സൂക്ഷിച്ച് ചെറിയ എല്ലാ കട്ടറും ചവിട്ടി ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തോട് ഓൾട്ടോ ഒക്കെ നമ്മൾ അറന്നൊരു പോക്കാം. നമ്മള് ഫുഡ് കഴിക്കാൻ നടത്തിയപ്പോ ഇവിടെ കൂടെ ഫുള്ള് വണ്ടികളായിരുന്നു. അതാ ഈ വഴി പന്നലായി കിടക്കുന്നിടത്താണ് ചെറിയ ബ്ലോക്ക് പോലെ വരുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഡിലേ ആകും. പിന്നെ റോഡ് നല്ലതാകുമ്പോൾ ഈ വണ്ടികളെല്ലാം അടിച്ചു വിട്ടു പോകും. നമുക്ക് മഞ്ഞുമല കാണാതെ കണ്ട സൈഡിൽ കണ്ട ഒരു ടൈപ്പ് മരം നിൽക്കുന്നത്, ഇങ്ങനെ ഇലയില്ലാതെ മുകളിലത്തത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് എയർ ബലൂൺ കിടപ്പുണ്ട് കേട്ടോ. കണ്ട താഴെ ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. നമ്മളെ അപ്പം ഗ്ലൗസ് മേടിച്ച കേട്ടോ. ഈ ഒരു ഇവിടെ സൈഡിൽ ഇങ്ങനെ കടയുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത്. ഒരെണ്ണത്തിന് ആദ്യം 150 പറഞ്ഞു, പിന്നെ 3 എണ്ണം കൂടെ 400 രൂപ. നമുക്കിതിൻ്റെ കറക്റ്റ് വിലയൊന്നും അറിയത്തില്ല. ഇതേലത്തെ ഗ്ലൗസാണ്. അപ്പം അതിന് പിന്നെ ഞങ്ങൾ മേടിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് തിരിച്ച് പോകാം. ചുരം പോലെ ഇങ്ങനെ കേറുക കേട്ടോ, ഇങ്ങനെ വളഞ്ഞു ഇവിടെ കുറെ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് പോലെയൊക്കെ വിൽക്കുന്ന, കൂളിംഗ് ഗ്ലാസും സെൽഫി സ്റ്റിക്കും കേട്ടോ. ഒത്തിരിയാണ്. എല്ലാം ഈ സിംഗികളാ, പഞ്ചാബികളാ വിൽക്കുന്നത്. സൈഡില് ഫുൾ ഇങ്ങനെ വളഞ്ഞിരിഞ്ഞുള്ള വഴികളാ. ഈ വഴി ഫുൾ ഇവരിങ്ങനെ നിൽക്കുക വിൽക്കുന്ന ആൾക്കാര്. പിന്നെ സൈഡില് കുറെ എല്ലാ ഇതും ഇങ്ങനെ കടകളാട്ടോ, ഫുഡ് ഇതുപോലെ നല്ല ഫുഡ് കിട്ടും ഇവിടെ കേട്ടോ. നമ്മളെ ഏറ്റവും പെട്ടുപോയത് രാജസ്ഥാനിലെ. എൻ്റെ ദൈവമേ, ഒന്നാമത് ഇവക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നുമില്ല, പിന്നെ നല്ല വില. അതോ കഴിക്കാൻ നമ്മൾ ചെറിയ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ എണ്ണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ്. മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പം 240 ഒരു ഇത് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ 240 നമ്മളിപ്പോ എന്തെങ്കിലും ഫുഡ്, ഇപ്പം ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും, പുലാവ് നമ്മൾ രാത്രി മേടിച്ച അതൊക്കെ ആണെങ്കിൽ ഇച്ചിരിയേ കാണത്തുള്ളൂ, നമുക്ക് ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ. ഇപ്പൊ നമ്മള് കർണാടക എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫുഡ് മേടിച്ചിട്ട് ഇപ്പൊ 2 ഫുഡ് മേടിച്ചാൽ നമുക്ക് 3 പേർക്ക് കഴിക്കാവുന്നതിലും കൂടുതലായിരുന്നു. അത് നിസ്സാര പൈസയൊക്കെ ഇത്രയും പൈസയൊന്നുമില്ല ഇവിടെ. ഭയങ്കര പൈസയായിട്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കിട്ടും. നമുക്ക് ഉദയപൂറൊക്കെ ഒരു മാഗിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാക്കറ്റ് മാഗി നമ്മളുണ്ടാക്കുന്ന സാധാ മാഗി 20 രൂപയ്ക്ക് മേടിക്കുന്ന മാഗി 60 രൂപ 70 രൂപയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാ സാധനവും ഭയങ്കര ഓവർ പ്രൈസ്ഡ്. പക്ഷെ അതുപോലെ മാഗിയുടെ ഇങ്ങനെയാണ്. ഇപ്പൊ മസാല മാഗി ആണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ആകും. 70. ചീസ് ഇടണമെങ്കിൽ എക്സ്ട്രാ. അതൊക്കെ പിന്നെ ചീസൊക്കെ ഇടുന്നുണ്ട്. ഇത് സാധാ മാഗിക്ക് തന്നെ ഇത്രയോ, കാരണം അവിടെ എല്ലാം ഈ ഒരു റേറ്റ് അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് റൂഫ് ടോപ്പ് കഫറ്റീരിയകളും പിന്നെ ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ വരുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും ആ റേറ്റ് വെച്ചേക്കുന്നത്.
പക്ഷെ നമുക്ക് പെട്ടെന്ന് ഈ റേറ്റിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്, അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നാമത്തെ കാര്യം. ഇവിടെ പക്ഷെ അങ്ങനെ പഞ്ചാബില് കുറവായിരുന്നു, ഇവിടെ നല്ല കുറവാ. ഇവിടെ നല്ല കുറവെന്ന് പറഞ്ഞാൽ മീഡിയം റേറ്റ്, പക്ഷെ നല്ല ഫുഡാ. പിന്നെ നമ്മളിവിടെ പുറത്തുനിന്നാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവര് തോന്നുന്ന റേറ്റാ 3 ചായക്ക് 50. അപ്പൊ അത് ചിലർ 20 മേടിക്കും, ചിലർ 30 മേടിക്കും, അങ്ങനൊക്കെയാ. പിന്നെ നമുക്ക് ഗതികേട് കൊണ്ട് നമുക്ക് കുടിച്ചാൽ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിന്റെ അവിടെ നിന്ന് ഇന്നലെ രാവിലെ കുടിച്ച ചായ അത് ഇതുപോലെ 50 പുള്ളി മേടിച്ച, കണക്കില്ലാത്ത. ഇവിടെ ഫുള്ള് മറ്റേ സിപ്പ് ലൈനിന്റെ കൗണ്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കൊറേ ഉണ്ട്. അങ്ങനത്തെ കൊറേ പരിപാടിയുണ്ട്. ഇങ്ങനത്തെ സിപ്പ് ലൈന്, റിവർ റാഫ്റ്റിംഗ്, അങ്ങനത്തെ കൊറേ ഇങ്ങനെ ഹോട്ട് എയർ ബലൂണ്, അങ്ങനെ കൊറേ സംഭവത്തിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ബുക്ക് ചെയ്യുന്നതും ടിക്കറ്റ് എടുക്കുന്നതൊക്കെ. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്ന റൊത്താങ് പാസിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു പെർമിറ്റ് എന്തോ വേണം. അത് ശരിക്കും ഇവിടെ ഒരുപാട് കടകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പെർമിറ്റ്. പക്ഷെ നമുക്കിപ്പം പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ പോവാണെങ്കിൽ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അവിടെ ടണലിന്റെ അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അവിടുത്തെ ഇങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ കാണുമല്ലോ, ചോദിച്ചിട്ട് എടുക്കാന്നുള്ള ആണെന്നുണ്ടെങ്കിൽ എടുത്താ മതി എന്ന് ഓർത്ത്. കണ്ടോ, നമുക്ക് മഞ്ഞുമല കാണാം കേട്ടോ, നല്ല പോലെ കാണാം ഇപ്പം. പക്ഷെ മഞ്ഞുമലയുടെ അതായത് ഈ ഒരു ടൈം ആയതുകൊണ്ട് ഫുള്ളൊന്നും മഞ്ഞായിട്ടില്ല. മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക, താഴത്തേക്ക് മഞ്ഞങ്ങനെ ഇറങ്ങിയിട്ടില്ല. നമ്മളങ്ങനെ കേറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കര രസമാട്ടോ, സൈഡും മലയും നടുക്കൂടെ റോഡും, സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞു കടയൊക്കെ, അതിന്റെ സൈഡിൽ BJP എന്നൊക്കെ എഴുതി താമരയൊക്കെ വരച്ചിട്ട്. മഞ്ഞുമല ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ നമുക്ക്. നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്നതിന്റെ കൂട്ട്. വളവും തിരിയുവാണ്. സൈഡില് മഞ്ഞുമല, നമ്മളിങ്ങനെ തിരിയുമ്പം മഞ്ഞുമല സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് വരും. കണ്ടോ ഈ മരമൊക്കെ കണ്ടോ, നമ്മുടെ മറ്റേ വിന്റർ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന മരങ്ങള്. അടുത്ത മാസം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞാവും. കണ്ടോ സൈഡിൽ അവിടെ ആ മലയുടെ സൈഡ് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട്. അങ്ങ് മണ്ടയില് കണ്ടോ ഫുള്ള് മറ്റേ ആ മരങ്ങൾ നിക്കുന്നേ, ഫുള്ള് മരങ്ങളാ, ആ പച്ച കളറിൽ കാണുന്നത് ഫുള്ള്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാ. ഇവിടെ ഫുള്ള് മഞ്ഞാകുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും. ഫുള്ള് രണ്ട് സൈഡും മഞ്ഞും നടുക്കൂടെ ഇങ്ങനെ. ഈ ചെടിയെല്ലാം ഇല പൊഴിച്ച് നിൽക്കുക കേട്ടോ. ഇനിയിപ്പൊ മഞ്ഞൊക്കെ കഴിഞ്ഞേ ഇലയൊക്കെ വരത്തുള്ളൂ. ഫുള്ള് എല്ലാ മരവും ഇലയൊക്കെ പൊഴിഞ്ഞ്. ആ മലയിലുള്ള മരത്തിനൊക്കെ ഇലയുള്ളൂ, ഇവിടുത്തെ മരത്തിനൊന്നും ഇലയില്ല. അതാ ഇവിടുത്തെ എല്ലാം പൊഴിഞ്ഞിരിക്കാം. നമ്മളിങ്ങനെ കേറിയാ പോകുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം 10,000 അടി പൊക്കത്തിലാണ് ഈ അടൽ ടണൽ നിൽക്കുന്നത്. അടൽ ടണലിന് ഏകദേശം 9 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. ഏറ്റവും
ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. ഇത് അടൽ ടണലിന്റെ പണി കഴിയുന്നത് 2020 കേട്ടോ. 2020 ഇത് നമുക്ക് വേണ്ടി തുറന്നു തരുന്നത്. നമ്മുടെ ഹിമാലയ പർവ്വതം മുറിച്ചാന്ന് തോന്നുന്നു ഈ ടണൽ പണിതേക്കുന്നത്. റോഡൊക്കെ നല്ല റോഡാണ് ഇവിടുന്ന് കേട്ടോ. ഇവിടുത്തെ എല്ലാം നല്ല റോഡ്. അതുകൊണ്ട് നമ്മൾ ആ മണ്ടേ കൂടെ കയറിയാ പോകുന്നത്. റോഡ് നമ്മൾ വന്ന റോഡ് കാണാം. ചെവിയൊക്കെ അടഞ്ഞു കേട്ടോ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതല്ലേ. പിന്നെ ഒരു കോട്ടവായൊക്കെ ഇടുമ്പോ ചെവി തുറയും, പിന്നെ വീണ്ടും അടയും. അയ്യോ നേരെ നോക്കിയ ഫുള്ള് മഞ്ഞ്. എന്ത് രസം നോക്കിയേ. നമുക്ക് അവിടെ ഫുള്ള് മഞ്ഞുമലയാ. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാ മതി. കണ്ടു ഫുള്ള് മഞ്ഞുമല. ഭയങ്കര രസം. ഈ ഒരു വളവ് തിരിഞ്ഞപ്പം മഞ്ഞുമല ഫുള്ള് കണ്ടു. നമുക്കിനി അടൽ ടണൽ വരെ 8 കിലോമീറ്റർ കേട്ടോ. 8 കിലോമീറ്റർ ഈ കയറ്റം തന്നെയാ. നല്ല റോഡ്, സൂപ്പർ റോഡ്, ഒരു കുഴി പോലും ഇല്ല. നമ്മളിവിടെ ഒരു കുരങ്ങിനെയൊന്നും കണ്ടില്ല. ഇന്നലെ വന്ന ഒരു വഴി കണ്ടതേ ഉള്ളല്ലേ. ഇവിടെ കുരങ്ങൊന്നും ഉണ്ടോന്നറിയില്ല. റൈറ്റ് സൈഡിൽ ഒരു കഫേ പോലുണ്ട്. കഫേ ഇവിടെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചു നേരമായിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. റോഡ് ഓർഗനൈസേഷൻ ഈ ബ്രോ എന്ന് പറയുന്നത് കേട്ടോ. അവരാന്ന് തോന്നുന്നു ഇവിടുത്തെ റോഡ്സ് എല്ലാം പണിയുന്നത്, നോക്കുന്നതല്ല, മെയിൻ്റനൻസും. ചെറിയൊരു ടണല് പോലെയാ. ടണലല്ലെന്ന് തോന്നുന്നു. ചിലപ്പോ നമ്മുടെ മണ്ടേന്ന് എന്തേലൊക്കെ വീഴുന്നത് തടയാനൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ഇല്ലല്ലോ. അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടുകളിലായിരിക്കും അവർ വെച്ചേക്കുന്നത്. അറിയത്തില്ല, ഞാൻ എന്റെ തടഞ്ഞേ ഉള്ളു. ബിയാറോ കഫേ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബിയാറിന്റെ കഫേ ആയിരുന്നു കണ്ടത്. ആ കഫേ കണ്ട നേരെ മുകളിൽ മഞ്ഞുമലയാ. റോഡ് കുറച്ച് മോശമുണ്ട് കേട്ടോ. ലോറി ലോഡും കൊണ്ടാന്ന് തോന്നുന്നു. അതിനൊരു ഗ്യാപ്പ് ഇട്ട് പോകാൻ നമുക്ക്. ഇട്ടൊരു കല്ലൊക്കെ ഇങ്ങനെ നെറ്റിട്ട് അതിന്റെ ബാക്കി പണിയാൻ തോന്നി ഇപ്പുറത്ത് നടക്കുന്ന കല്ലൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിനിങ്ങനെ ഇങ്ങനെ നെറ്റ് വെച്ച് വെച്ച് ഇന്ന് വരെ വെക്കാനായിരിക്കും. വോൾട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ പോകുമ്പോ ഇവിടെ തുണ്ടി ബ്രിഡ്ജ്
മോശമല്ലെങ്കിൽ സുഖമാ, അല്ലെങ്കിൽ കുറച്ച് ഞാനാ വരുന്നു കേറുന്നുണ്ട് കേട്ടോ. ഹിമാചൽ പ്രദേശ് ഞാനാ. നല്ല മഞ്ഞായിരിക്കും. കണ്ടോ അടൽ ടണൽ 2 കിലോമീറ്റർ. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ ബ്രോ കഫേ ചിക്കൻ ബിരിയാണി. അങ്ങോട്ട് നോക്കി എന്റെ അമ്മ, എന്റെ അമ്മ എന്ത് രസം നോക്കിയേ. പക്ഷെ ഇതില് മര്യാദ കാണത്തില്ലായിരിക്കും, കാരണം മഞ്ഞ് മൂടിയ പോലെ. വെൽക്കം ടു ദ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈവേ ടണൽ എബോവ് 10,000 feet. കണ്ട സൈഡില് ഫുള്ള് മഞ്ഞുമല, വ്യൂ പോയിന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട ഇവിടെ ഫുള്ള് മഞ്ഞുമലയാണ്. ഇവിടെ റോഡ് കുറച്ച് പ്രശ്നമാണ് കേട്ടോ, ഭയങ്കര സൂക്ഷിക്കണം. കല്ലിങ്ങനെ പൊങ്ങി നിൽക്കുക, പതുക്കെ പോയാലേ പറ്റത്തുള്ളൂ. അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്, 2 കാർ. പതുക്കെ സൈഡിലാണെങ്കിൽ കുഴിയ. ഇച്ചിരി ഭാഗം പോയി കിടപ്പുണ്ടെന്നേ ഉള്ളൂ. കിടക്കുക. പക്ഷെ ഇത് അത്യാവശ്യം നല്ലോണം പോയി കിടക്കും കേട്ടോ. ശരിയാക്കും. ഇതിന്റെ മുകളിൽ എന്തോ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, പതുക്കെ ഇത് ശരിയാക്കും. ഇവിടെ നമുക്ക് ആ പാസ് കിട്ടുമോ, എന്താ എടുക്കണമെന്നുള്ളത് നോക്കാം, എന്നിട്ട് നമുക്ക് പോകാം. നമ്മളപ്പം ഇവിടെ അടൽ ടണൽ ആണ് കേട്ടോ, ഇതാണ് അടൽ ടണലിലേക്ക് കയറുന്ന വഴി. അപ്പം നമ്മളിവിടെ കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. കണ്ട മലകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പുറത്ത്. ഇതൊക്കെ ഇട്ട് കേട്ടോ ഇവരിവിടെ. ഇവിടെ നമുക്ക് റൊത്താങ് പാസിൽ കുറേ നേരം കിടക്കണം, ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വയ്ക്കാന്ന് കണ്ട. ഒരു മിനിറ്റ്, അവരെന്നെ കൂടെ ഒരുക്കട്ടെ. തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, പിന്നെ എന്തോ ഒരു തുണിയൊക്കെ ചെയ്തു.
ഓളിങ്ങനെ ഇടുന്ന പോലാണ്. കാണിക്കാം. നമ്മളപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് അവര് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമ്മള്. എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ അവർ അഴിച്ചെടുത്തു. ഇനിയിപ്പം നമുക്ക് പാസിലേക്ക് കയറാനുള്ള ടൈം ആയി. അപ്പം നമ്മൾ പോകുവായി കേട്ടോ. ഞങ്ങൾ കുറച്ച് ആ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ പോയതാ. ലേറ്റ് ആയി. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ആള് മാറണ്ടേ. ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ. എല്ലാരും ഫോട്ടോ എടുപ്പ. അപ്പൊ നമുക്ക് പോവാൻ വഴിയുടെ നടുക്കൊക്കെ നിന്നാ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നാ ഫോട്ടോ നോക്കാൻ കുറച്ച് മാറി നോക്കുമല്ലോ. നമ്മളൊക്കെ സൈഡിൽ നിന്നാ ഫോട്ടോ എടുത്ത്. നമ്മളെ അപ്പഴേ എന്തായിരുന്നാ ഇത് ചോദിച്ചു. നമ്മൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പാസ് എടുക്കുന്ന സംഭവമൊന്നുമില്ല. ഒരു ഫോട്ടോക്കാരൻ വന്ന് ഞാൻ ചുമ്മാ ആ പുള്ളിയോട് റൊത്താങ് പാസിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ പാസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് അത് ഓൺലൈൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതങ്ങ് ഓൺലൈൻ എടുത്തു. 550 രൂപയുടെ കാര്യമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഓൺലൈൻ എടുത്തു. അപ്പോൾ റൊത്താങ് വരെ ഞാനിപ്പോൾ ഒരു അവിടെ ഒരു ടാക്സി ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പുള്ളി അപ്പം ആ ടാക്സി ഡ്രൈവർ പറഞ്ഞതെന്ന് പറഞ്ഞാലേ വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ബ്ലാക്ക് ഐസ് വരും. എനിക്ക് തോന്നുന്നത് റോഡിൽ ഐസായിട്ട് വണ്ടി തന്നെ ആ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നിൽക്കണ്ട, വൈകിട്ട് വരെ നിൽക്കണ്ട, ഡയറക്റ്റ് പെട്ടെന്ന് അടിച്ചു വിട്ട് പോവുക, തിരിച്ചു വരിക. അതാണ് ആ പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ പോകാമെന്നും കണ്ടേ. ഇതിപ്പം ഇത് കയറി അടൽ ടണൽ കയറി.